എതിർപ്പ് ഈ കാര്യത്തിൽ. ശരി, ഉല്ലാസ് ബാബു. സേനാപതി വേണുവിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വിഷമം തോന്നുന്നു. കരഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും കാര്യമില്ല വേണു. നിങ്ങളുടെ നേതാക്കന്മാരുടെ നാവിൽ നിന്ന് ഉരുവിട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാറ്റ്ഫോമിൽ കിടക്കുകയാണ്. ആരാണ് സുപ്രിയ ശ്രീകാന്ത്, ആരാണ് അമിത് മാളവ്യ, ആരാണ് അജയ് മാക്കൻ, ആരാണ് അനിൽ എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ ഡൽഹി പ്രദേശ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം കൃത്യമായിട്ട് ഡൽഹി പോലീസിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പരാതി കൊടുത്തിരിക്കുന്നു. അമിത് മാളവ്യ അത് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അജയ് മാക്കൻ പറഞ്ഞിരിക്കുന്നു. അതേപോലെ സുപ്രിയ ശ്രീന്റെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിനെതിരെ സമരം ചെയ്തു. നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങളുടെ നേതാക്കന്മാരെന്നത് പറഞ്ഞെന്നറിയാമോ? BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പാണ് എന്ന് നിങ്ങളന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഇപ്പം അതേ പറയുന്നു അങ്ങനെയല്ല, ഇത് ജനാധിപത്യത്തിൻ്റെ മേലെയുള്ള ധ്വംസനമാണെന്ന്. ജയിക്കില്ലെന്ന് കാണുമ്പോഴേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് മുമ്പിൽ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. പുടിൻ്റെ അടുത്തേക്ക് പോയിട്ടോ പാകിസ്ഥാൻ്റെ അടുത്തേക്ക് പോയിട്ടോ ബംഗ്ലാദേശിലേക്ക് പോയിട്ടോ തെരഞ്ഞെടുപ്പ് എത്തി നോക്കി നിൽക്കേണ്ടി വരും. അതാണല്ലോ സംസ്കാരവും. അങ്ങയുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ വിദേശത്ത് പോയിട്ട് വിളമ്പലാണല്ലോ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പായിട്ട് സ്വന്തം രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് ആ ചരിത്രം എന്നെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കേണ്ട. ആം ആദ്മിയുടെ കാര്യത്തിൽ കൃത്യമാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇനി നാളെ പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങളിൽ ഒരു അന്വേഷണം വരികയോ ഭാവിയിലായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയോ ചെയ്താൽ കോൺഗ്രസ് സേനാപതി വേണു നാളെ ഇവിടെ എങ്ങനെ ന്യായീകരിക്കുക? അത് ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കാണോ? നിങ്ങളെ സംബന്ധിച്ച് അന്നാന്ന് നിലനിൽപ്പിന് വേണ്ടി അന്നാന്ന് കഴിയുക. പിന്നെ അത് നിങ്ങൾ എന്താ പറഞ്ഞ പൈസ നിങ്ങളുടെയൊക്കെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു. ആര് പിടിച്ചു വെച്ചിരിക്കുന്നു? BJPയുടെ സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ BJPയുടെ ദേശീയ അധ്യക്ഷനോ കോൺഗ്രസിൻ്റെ ബാങ്ക് വന്ന് പൂട്ടിപ്പോയോ? ഇല്ലല്ലോ. നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ സംവിധാനത്തിനകത്ത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിവും പ്രാപ്തിയും വിവരമുള്ള ആളുകൾ ഇല്ലെങ്കിൽ അതനുസരിച്ച് ആളുകളെ വെക്കുന്നു സാർ. അതനുസരിച്ച് കണക്ക് കൊടുക്ക്. ആ സിസ്റ്റം കൃത്യമായി കൈകാര്യം ചെയ്തിട്ട് അത് ചെയ്യാതെ അതിൻ്റെ വേണ്ട രീതികളും നിയമങ്ങളും വന്ന സമയത്ത് അതിന് ഞങ്ങൾക്ക് ട്രെയിൻ കയറാൻ കാശില്ല എന്ന് നോട്ട് നിരോധന സമയത്ത് പോക്കറ്റും കീറി വന്ന നാടകം കളിച്ച് രാഹുൽ ഗാന്ധി വന്ന് മൈക്കിൻ്റെ മുമ്പിൽ വിളംബരം നടത്തിയിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ടും ആദർശത്തെ ആദർശം കൊണ്ടും ആശയത്തെ ആശയം കൊണ്ടും പ്രത്യയശാസ്ത്രത്തെ പ്രത്യയശാസ്ത്രം കൊണ്ടും വികസന താല്പര്യങ്ങളെയും വികസന അജണ്ടയോടും കൂടി നേരിടാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അതില്ലാതെ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായ നടപടിയാണ്. എന്താ ED നടപടി എടുത്തു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അത് BJP നടപടി എടുത്തതല്ലോ. കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള ED നിയമ സംവിധാനത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഓരോ ഡയറക്ഷൻസിന്റെ അടുത്തിലാണ് പെരുമാറിയത്. എന്താ അവിടെ ഇന്ന് ഉയർന്നിരിക്കുന്ന സംശയം? അത് മാത്രമല്ല അതിന്റെ തെളിവുകളും ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറഞ്ഞയാളാണ് മാപ്പുസാക്ഷി എന്ന നിലയിൽ ഈ കേസിലുള്ളത്. ആ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ കമ്പനിയായ അരവിന്ദ് ഫാർമ, ഇവർ രണ്ടുപേരും കൂടി 60 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി BJPക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്, എനിക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. ഒരു സെക്കൻഡ്. ആദ്യം മൊഴി കൊടുത്തിരുന്നില്ല അരവിന്ദ് കെജ്രിവാളിനെതിരെ. പക്ഷേ അതിനുശേഷമാണ് മൊഴി കൊടുത്തതും മാപ്പുസാക്ഷിയായതും. അതിനിടയ്ക്ക് ഈ ട്രാൻസാക്ഷനും നടന്നു. ഇതാണ് താങ്കളോടുള്ള ചോദ്യം. എന്താണ് വിനോദ്? ഉല്ലാസിനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ലോ കോളേജിൽ പഠിച്ചവരാണ്. തൃശ്ശൂരിലാണ് ഉല്ലാസിന്റെ വീട്. നമസ്കാരം ഉല്ലാസ്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്, വർഷങ്ങൾക്ക് ശേഷം. അങ്ങ് EDയെ പറ്റി വല്ലാണ്ട് സംസാരിച്ചു, ED സ്നേഹത്തെ പറ്റി. അങ്ങ് തൃശ്ശൂരാണ്. എന്റെ ഒരു അറിവാണ്, പത്രമാധ്യമങ്ങളിൽ നിന്ന് വാങ്ങുന്നതാണ്. ചോദ്യത്തിന് അങ്ങേക്ക് പറ്റുമെങ്കിൽ എന്റെ ഉത്തരം തരിക. ഈ ആങ്കർ ചോദിക്കാത്തതുകൊണ്ട് അങ്ങ് ഉത്തരം നൽകുന്നില്ലെങ്കിൽ വേണ്ട. സർ, കൊടകരയിൽ ഒരു കുഴൽപ്പണ കേസ് ഉണ്ടായി. 3 കോടി രൂപ 4 കോടി രൂപ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കേസ് കൊടകരയിൽ വെച്ച് ഒരു വ്യാജ ആക്സിഡന്റ് ഉണ്ടാക്കി തട്ടിക്കൊണ്ടുപോയി. 3 കോടി രൂപയാണ് അടിച്ചുകൊണ്ടുപോയത്. ആ കേസിൽ 19 സാക്ഷികൾ BJPയുടെ ആൾക്കാരാണ്. ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്നലെ വന്ന വാർത്ത, അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഡയറക്ടറായ ഒരു ദാസ്, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞത്, ആദായനികുതി ഓഫീസറാണ്, അദ്ദേഹം പറഞ്ഞത് പണം കണ്ടെടുത്തതായി അറിവില്ല, അങ്ങനെ ഒരു കേട്ടറിവ് പോലുമില്ല, പണം പോയതായിട്ട് ഒരു അറിവുമില്ല, അവിടെ പണം പോയതായി പറ്റി വാർത്ത ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. കേരള പോലീസ് ഇന്നലെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത് ആദായ വകുപ്പിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെയും ഇലക്ഷൻ കമ്മീഷനെയും ഈ പണം പോയതായി അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ BJP നേതാക്കന്മാർ 19 പേർ സാക്ഷികളാണ് ഈ കേസിൽ. ഈ കേസിൽ പണം പോയിട്ടില്ല എന്നൊരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യം അങ്ങേക്കുണ്ടോ? ഇനി ഒരു ചോദ്യം കൂടെ, ഇതുകൂടെ, നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഈ പണം പോയതും വന്നതും. കുഴൽപ്പണമായിരുന്നു. നിങ്ങൾ കുഴൽപ്പണം കൊടുത്തു, ഗോവയിൽ കൊടുത്തു എന്നല്ല പറയുന്നേ. അപ്പൊ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇതൊന്നും അറിഞ്ഞിട്ട് പോലും പണമൊന്നും പോയിട്ടില്ല എന്ന്. നിങ്ങളുടെ നേതാക്കന്മാർ കോടതിയിൽ പോയി പറയുന്നു ഞങ്ങളുടെ കാശ് പോയി.
19 പേര് സാക്ഷികളാണ്. എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ വസ്തുത വല്ലതും ഉണ്ടോ? ഇനി ഒരു കാര്യം കൂടെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീമതി ജാനു ശ്രീ സുരേന്ദ്രനുമായ ഒരു ഫോൺ സംഭാഷണം ഉണ്ടായിരുന്നു. എനിക്ക് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തു. അത് നിങ്ങൾ നിഷേധിച്ചു. എന്തായാലും ഞങ്ങളത് ന്യൂസ് ചാനൽ കേട്ടതാണ്. കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹം അങ്ങേയറ്റം ആർഭാടമായിട്ടാണ് നടത്തിയത്. അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ റവന്യൂ സർവീസ് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. പെൻഷനുണ്ട്, അദ്ദേഹത്തിന് ആസ്തിയുണ്ട്, കുടുംബപരമായി ഇതിന്റെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം ജീവിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഇന്നലെ ഇഡി കസ്റ്റഡി പോയപ്പോഴും ഒരു ഷർട്ടും ഒരു സാധാരണ ഷൂവും ഒരു പാന്റ് വിട്ടു പോയി. നിങ്ങൾ നേതാവിന്റെ മകന്റെ കല്യാണം ഞാൻ കണ്ടു. വലിയ ആർഭാടമായിരുന്നു. കേരളത്തിലെയും വിദേശത്തെയും വലിയ മനുഷ്യർ, വലിയ സാമ്പത്തിക സംവിധാനമുള്ളവരൊക്കെ വന്നു. എന്താ ഇതിന്റെയൊക്കെ വരുമാന സ്രോതസ്? എന്തായിരുന്നു സുരേന്ദ്രന്റെ? ഞാൻ ആക്ഷേപിക്കുകയല്ല, ഒരു സംശയം ചോദിച്ചു, പബ്ലിക് ഡൊമൈനിലെ സംശയം. എന്താ സുരേന്ദ്രന്റെ ജോലി? അപ്പൊ ഞാൻ പറഞ്ഞത്, കൊടകര കേസിൽ നിങ്ങളുടെ പണം പോയിട്ടില്ല എന്ന് കേസുണ്ടോ? സെലക്റ്റീവായിട്ട് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഇഡി സ്നേഹം, ഇഡി അറിഞ്ഞിട്ടില്ല കാശ് കൊണ്ടുപോയത്, എടുത്തോണ്ട് പോകണം. ശരി, ഉല്ലാസ്. മഞ്ജുഷയുടെ ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടി ചോദിച്ചാൽ കൃത്യമായിട്ട് കുറച്ച് സമയം വേണം. അല്ല, ഞാനത് മറ്റേ ഞാൻ പറഞ്ഞ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ ചോദ്യമായിരുന്നു ഞാൻ ഉന്നയിച്ചത്. അപ്പൊ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ ചോദ്യത്തിന് വിൽസന്റെ ചോദ്യങ്ങൾക്ക് നീണ്ട ചോദ്യങ്ങളാണ്, പാരഗ്രാഫ് ചോദ്യമാണ്. വിനോദ് മാത്യു വിൽസനും ഉല്ലാസ് ബാബുവും രാഷ്ട്രീയ വിദ്യാഭ്യാസം തുടങ്ങിയത് തൃശ്ശൂർ ലോ കോളേജിൻ്റെ ഒരേ ഫ്ലോറിലായിരുന്നു. അന്ന് നിങ്ങൾ KSUവിൻ്റെ കൊടി പിടിക്കുന്നു, ഇന്ന് നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ കൊടി പിടിക്കുന്നു, നാളെ BJPയുടെ കൊടി പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരുമോണെന്ന് അറിയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ച ചോദ്യം കൊടകര കുഴൽക്കണ കേസ് BJP ആണോ അന്വേഷിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല. CPM ഭരിക്കുന്ന കേരളത്തിൽ CPMന്റെ പോലീസ് അന്വേഷിക്കുന്ന അല്ല വിനോദ്, ഞാൻ വിനോദ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. CPM ഭരിക്കുന്ന കേരളത്തിൽ CPMന്റെ പോലീസ് അന്വേഷിച്ച് CPMന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ അവർ കൊടുക്കുന്ന അവർ കുറ്റപത്രം കൊടുത്തോ? അവർ ഇനി സാക്ഷികൾ 19 പേര് വെച്ചു. ഞങ്ങൾ അന്നും ഇന്നും എന്നും കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. കൊടകര കുഴൽപ്പണവുമായി BJPയെ കൂട്ടിക്കെട്ടാൻ നടത്തിയ ശ്രമം, അതിൻ്റെ പുറകെ ഇവരുടെ പോലീസിനെ വെച്ച് നടത്തിയ ശ്രമം, ക്രൈംബ്രാഞ്ചിനെ വെച്ച് നടത്തിയ ശ്രമം, എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ എവിടെ പോയി സാർ? നിങ്ങൾ പറഞ്ഞു 19 സാക്ഷികളെന്ന്. ആരെങ്കിലും BJPക്കാർ പ്രതികളാണോ? ഇവിടെ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അഭ്യാസങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അന്നും ഭയന്നിട്ടില്ല, ഇന്നും ഭയന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ കനമില്ലാത്ത കച്ചവടം കൊണ്ട് നടക്കുന്നതുകൊണ്ടല്ല. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അന്നും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ മടിയിൽ യാതൊരുവിധ ഭയപ്പെടാനുള്ള കാര്യങ്ങളുമില്ല. കൊടകര കുഴൽപ്പണം പോയിട്ടുണ്ട് എങ്കിൽ പോയവന് പോയി, അവരന്വേഷിച്ചോട്ടെ. അവിടെ BJPയുടെ നേതാക്കന്മാരുടെ കോന്തലയിലാണ് കാശിൻ്റെ താക്കോൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു വന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ നേരത്തെ വിനോദ് മാത്യു വിൽസൺ പറഞ്ഞ മറുപടിയിൽ കൃത്യതയുണ്ട്. എന്താ ചോദിച്ചോട്ടെ, കേരള സർക്കാരിന് ഞാൻ ചോദിച്ചോട്ടെ, കേരള സർക്കാരിനെതിരെ ആരോപണം വന്ന സമയത്ത് കേരള സർക്കാർ കൃത്യമായിട്ട് വാറോല എഴുതി കൊടുത്തല്ലോ. CBI വരണം, കേന്ദ്ര ഏജൻസികൾ വരണം. പിണറായി വിജയന് വാറോല എഴുതി കൊടുക്കാമല്ലോ, ഇവരുടെ നേതാക്കന്മാർക്ക് ആവശ്യപ്പെടാമല്ലോ. ആര് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ മഞ്ജുഷേ. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ബന്ധമില്ലാത്തൊരു കാര്യത്തിൽ ഞങ്ങളെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചപ്പോഴും ഞങ്ങൾ ധീരതയോടെ നേരിട്ടുണ്ട്. പിന്നെ വിനോദ് മാത്യു വിൽസൺ പറഞ്ഞ പോലെ മുഷിഞ്ഞ ഷർട്ടും കറുത്ത പാൻറ്റും അല്ലെങ്കിൽ ചളി പൂരണ്ട ചെരുപ്പൂന്നായിരിക്കില്ല ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് മുഷിഞ്ഞ ഷർട്ടാണ് ഇട്ടെന്നുള്ളത് അതൊന്നും രാഷ്ട്രീയത്തിൽ അത്ര വാല്യൂ ഉള്ള കാര്യങ്ങളല്ല സാർ. ആരോപണ വിധേയനായിട്ടുള്ള നേതാവ് അത് അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർ മാറി നിന്ന് ആരോപണങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം തിരിച്ചു വരണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് സമരം ചെയ്ത ചരിത്രമുള്ളവനാണ് നിങ്ങളുടെ അരവിന്ദ് കെജ്രിവാൾ. അവനവന്റെ കാര്യം വന്ന് ഈ ആരോപണം വന്ന സമയത്ത് കോടിക്കണക്കിന് ഉറുപ്പിയുടെ കച്ചവടം നടത്തിയെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾക്കെന്താ ആ പഴയ വാക്കുകൾ വിഴുങ്ങിപ്പോയോ? ഒരു 11 മാസവുമായിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള അനിയൻ എന്താ ഉപമുഖ്യമന്ത്രി കെടുക്കല്ലേ? എന്താ സുപ്രീം കോടതി നിങ്ങളോട് പറഞ്ഞത്? എന്താ ഹൈക്കോടതി നിങ്ങളോട് പറഞ്ഞത്? ഹൈക്കോടതിയിൽ പോയിട്ട് നിങ്ങൾ മാപ്പപേക്ഷിച്ചില്ലേ? എന്നെ ചോദ്യം ചെയ്യരുതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞില്ലേ? എന്തടിസ്ഥാനത്തിലാണെന്ന് എന്നെ ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞത്? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്നത് നിയമത്തിന് മേലെയാണെന്ന് നിങ്ങൾ കരുതിയോ? അപ്പൊ നിങ്ങൾക്ക് ഭയമുണ്ട്, ഒളിച്ചു വെക്കാൻ കാര്യമുണ്ട്. നിങ്ങൾ കോടതിയെ പോലെ തന്നെ അന്വേഷണ ഏജൻസിയെ ഭയപ്പെടുന്നു. അപ്പൊ നിങ്ങൾ കോടതിയിൽ പോയി പറഞ്ഞു ചോദ്യം ചെയ്യരുത്. വിനോദ്, എനിക്ക് വിനോദ് ഞാൻ പറഞ്ഞിട്ട് പറയാലോ, വിനോദിന്റെ പ്രസംഗം കേൾക്കാനല്ലോ. വിനോദ് കാര്യം കേൾക്ക്, വിനോദ് കാര്യം കേൾക്ക്. ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്ത്, നിങ്ങൾ ആരോപണം ഉന്നയിച്ച സമയത്ത് കൃത്യമായി പറഞ്ഞില്ലേ, എന്റെ സംസ്ഥാന അധ്യക്ഷന്റെ കല്യാണത്തെ ഒരു ചുക്കും ചുണ്ടാൻ പറയാത്ത
അതിനകത്ത് വിനോദ വേഷം കെട്ട് കാണിച്ച സമയത്തും ഞാൻ മിണ്ടാതിരുന്ന എന്റെ സംസ്കാരം അത് താങ്കൾ കാണിക്കണമെന്നാണ് ഒരു സുഹൃത്ത് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അത് മഞ്ജുഷ ഇടപെടേണ്ട കാര്യമാണ്. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദ്യത്തിനുള്ള ഉത്തരം കഴിയട്ടെ. വിനോദ് ആ ചോദ്യത്തിനുള്ള ഉത്തരം കഴിയട്ടെ. രണ്ട് കാര്യങ്ങൾ കൂടി ഉല്ലാസ് മറുപടി പറയും. ഒന്ന്, കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹ കാര്യമാണ്. അത് അങ്ങനെ ഒരു ആരോപണം വിനോദ് ഉന്നയിച്ചതുകൊണ്ടാണ്. രണ്ട്, ഈ ശരത്ചന്ദ്ര റെഡ്ഡി എങ്ങനെ ബി.ജെ.പിയുടെ ഏജന്റായി എന്നതിനെ കുറിച്ച്. അതൊക്കെ അതിനു മുന്നേ എന്റെ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അതിന്റെ ഇടയിൽ വിനോദ് കെ സുരേന്ദ്രന്റെ വിഷയമാണ്. മറ്റേതിൽ താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇല്ല മഞ്ജുഷേ, മറുപടി കഴിഞ്ഞിട്ടില്ലല്ലോ. വിനോദിന്റെ അഭ്യാസം എന്ന് പറയപ്പെടുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർ കേൾക്കരുത് എന്ന ഉദ്ദേശ ലക്ഷ്യമാണ്. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് എനിക്ക് മറുപടി പറയണ്ടേ? ഹൈക്കോടതിക്കകത്ത് എന്നോട് ചോദ്യം ചെയ്യരുത് എന്ന് അരവിന്ദ് കെജ്രിവാൾ കൈക്കൂപ്പി പറഞ്ഞപ്പോൾ ഹൈക്കോടതി ചോദിച്ചത് എന്താ? ചോദ്യം ചെയ്താൽ എന്താ തെറ്റ്? എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ണ്ട് ഇത്യാദി അറസ്റ്റ് തടയണം. ഹൈക്കോടതി തടഞ്ഞോ? ഇത്യാദി കാര്യങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പിലില്ലേ? 1 കൊല്ലവും 11 മാസത്തോളവുമായിട്ട് ഇവരുടെ ഉപമുഖ്യമന്ത്രി ജയിലിലില്ലേ? എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇല്ലാതെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്ത് ഇത്ര കാലം പിടിച്ചിടാൻ സാധിക്കുമോ? വിനോദ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മറ്റൊരു ഉന്നയിച്ചു, ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള എന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ, വിനോദ് അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് മഞ്ജുഷ അതിൽ പറഞ്ഞൊരു തെറ്റുണ്ട്. അതാണ് വിനോദ് മാത്യു വിൽസന്റെ ആരോപണം. വിനോദ് മാത്യു വിൽസനല്ല ആർക്ക് പണി ആരോപണം വെച്ചോട്ടെ. വേറെ പണിയും തൊഴിലും ഇല്ലെങ്കിൽ സുരേന്ദ്രൻ, ഞാൻ വിനോദിന് പണിയും തൊഴിലില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. സുരേന്ദ്രന്റെ മകന്റെ കല്യാണം ഞാൻ വീക്ഷിച്ചു. ആർഭാടമുണ്ടെന്ന്. എവിടെയാണ് നിങ്ങൾക്ക് ആർഭാടം തോന്നിയത്? സദ്യയിലാണോ, ഡെക്കറേഷനിലാണോ, കല്യാണത്തിലാണോ, ആളുകൾ വന്നതിലാണോ? പിന്നെ പൈസയുള്ള ആളുകൾ വന്നുവെന്ന്. എന്റെ മഞ്ജുഷ, നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരു രാഷ്ട്രീയത്തിൽ സൗഹൃദം ഉണ്ടാവില്ലേ? പണമുള്ളവനായിട്ട് സൗഹൃദം ഉണ്ടാവില്ലേ? പണമില്ലാത്തവനായിട്ട് സൗഹൃദം ഉണ്ടാവില്ലേ? സാധാരണക്കാരനായിട്ട് സൗഹൃദം ഉണ്ടാവില്ലേ? എന്നെ കുറ്റപ്പെടുത്തരുത്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. മഞ്ജുഷ മറുപടി പറ. വിനോദ് മാത്യു വിൽസൺ ഒരു ആരോപണം ഉന്നയിക്കുന്നു. എന്താ ആരോപണം? അത് കളവില്ലാത്ത ആരോപണം. സുരേന്ദ്രന്റെ മകന്റെ കല്യാണത്തിന് പണമുള്ളവരെ കണ്ടുവന്ന്. അതെന്തിനാ വിനോദ് മാത്യു വിൽസൺ കുഴപ്പം? പണമുള്ളവർക്ക് എന്താ സൗഹൃദം പാടില്ല? അവരെ കല്യാണത്തിന് വരാൻ പാടില്ല, അവരെ ക്ഷണിക്കാൻ പാടില്ല. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. അവനവന്റെ മുഖ്യമന്ത്രി ജയിലിലേക്ക് പോയത് കോടിക്കണക്കിന് ഉറുപ്പിക കട്ടിട്ടാണ്. ഈ സദാചാര പ്രസംഗം ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയിട്ട് CPM-നും കൂടെ നിന്ന് നടത്തിയിട്ട് അവനവന്റെ മുഖ്യമന്ത്രി കട്ടതിന്റെ പേരിൽ ജയിലിൽ കിടക്കുമ്പോ അതിനകത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. പോയി നിയമവ്യവസ്ഥയിൽ അതിനെ ഫൈറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ തെളിയിക്കണം. അല്ലെങ്കിൽ ജയിലിൽ കിടക്കണം വിനോദേ. ആ സമയത്ത് ജയിൽ വിളിക്കാൻ അവിടെ പോയിട്ട് മുദ്രാവാക്യം വിളിച്ചോ, അല്ലാതെ വേറെ ഒരു കാര്യം ഇവിടെ നടക്കൂല. ഞാൻ ചോദിക്കട്ടെ, വിനോദ് പറയുമ്പോൾ ഞാനും പറയും. കാരണം വിനോദ് സംസാരിക്കാനുള്ള ഒരു ക്ഷമയും വിനോദ് കാണിച്ചിട്ടില്ല. വിനോദ് സംസാരിക്കുമ്പോൾ ഞാനും സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ മിഥുനിലേക്ക് പോവുകയാണ്. ശ്രീ